ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ 40 എല്ലാവർക്കും നമ്മളുടെ ലൈവിലേക്ക് ഹാർദവമായ സ്വാഗതം. ഓൺലൈനിലുള്ളവരൊക്കെ ദയവ് ചെയ്ത് ഒരു കമൻ്റൊക്കെ ഒന്ന് വിട്ടാൽ നമുക്ക് അറിയാനായിട്ടൊക്കെ സാധിക്കും ആരൊക്കെ നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു അല്ലേ? നാട്ടിലൊക്കെ മഴയുണ്ടോ? നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ആലപ്പുഴ കുട്ടനാട്ടിലൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മഴയുണ്ട്. എല്ലാ ദിവസവും തന്നെ മഴയുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മഴയൊക്കെ വലിയ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികളും കാര്യങ്ങളും ഒക്കെ നനയുമല്ലോ. അപ്പം ഞാൻ കുറേ ഫ്രൂട്ട്സ് മരങ്ങളും ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മഴ എന്നെ സംബന്ധിച്ച് നല്ലതാണ്. പിന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് കിളുക്കും, നന്നായിട്ട് തഴച്ച് വളരും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ മരങ്ങൾക്കുമൊക്കെ വളമൊക്കെ ഇട്ടതുകൊണ്ട് മഴയൊക്കെ കിട്ടിയാൽ നല്ലതാണ്. പിന്നെ വെള്ളപ്പൊക്കം കുട്ടനാട്ടിൽ, അതാണ് ഏറ്റവും വലിയ ഭീഷണി. വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ദൈവമേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. സാധാരണ നോർമൽ വെള്ളം വന്നാൽ കുഴപ്പമില്ല. വീടിനുള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ പാടാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ 2-3 വെള്ളപ്പൊക്കമായിരുന്നു. കഷ്ടമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, കുട്ടനാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് വലിയ വെള്ളപ്പൊക്കം വന്നത് 2018 ഞങ്ങളെ ഏറ്റവും കൂടുതൽ വലച്ചത്. അതുപോലത്തെ ഒരു വെള്ളപ്പൊക്കം ചിന്തിക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ വെള്ളപ്പൊക്കമൊക്കെ തന്നെയായിരുന്നു അല്ലേ? അഭിഷേക് ഒക്കെ വന്നിട്ടുണ്ട്, ലൈവിൽ വന്നിട്ടുണ്ട്. നമ്മൾ വാച്ച് ചെയ്യുന്നതിലൊക്കെ സന്തോഷം. നമ്മളുടെ വീഡിയോയൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുവരെയും എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. പുതുതായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പുതുതായിട്ട് നമ്മുടെ ലൈവിലേക്കൊക്കെ കടന്നു വരുന്ന, എന്നെ ഫോളോ ചെയ്തു വരുന്ന എല്ലാവരെയും ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. നമ്മളെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക് കേട്ടോ. സോണിച്ചൻ ആൻ്റണി എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. സോണിച്ചൻ ആൻ്റണി, അതൊന്ന് ഫോളോ ചെയ്തേക്ക് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയും കാണുമ്പോൾ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. റോയ് മനോജ് വന്നിട്ടുണ്ട്. റോയ് മനോജ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് സുഖമാണോ? സുഖം തന്നെ കേട്ടോ, സുഖം തന്നെ. പിന്നെ ഒരു പനിയുടെ ഒരു ലക്ഷണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് മഴ നനഞ്ഞായിരുന്നു കേട്ടോ. അന്ന് അവിടെ വന്നിറങ്ങിയ സമയത്ത് തിരിച്ച് ഹൈദരാബാദ് ഡൽഹിയിലൊക്കെ പോയിട്ട് തിരിച്ച് ഞാൻ ഫ്ലൈറ്റിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി നല്ല മഴയായിരുന്നു. അപ്പം കാറിലേക്ക് വന്ന് കയറിയപ്പം അത്യാവശ്യം ഒന്ന് മഴ നനയുകയൊക്കെ ചെയ്തായിരുന്നു. തലയൊക്കെ ഒന്ന് വേണ്ട പോലെ ഒന്ന് തോർത്താനോ ഒന്ന് തുടയ്ക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം അതിൻ്റെതായ ഒരു പനിക്കോലും ജലദോഷവും ഒക്കെ ഉണ്ട്. റിനു അല്ലേ വന്നിട്ടുണ്ട്. ഹായ്. ചെറിയ അക്ഷരമായതുകൊണ്ട് വായിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെതായൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിപ്പം ലൈവിൽ വരുന്ന എല്ലാവരെയും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആരൊക്കെ നമ്മളെ ലൈവിൽ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് വീഡിയോ രണ്ടാമതിട്ടൊന്നുകൂടെ കാണും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്, നമ്മുടെ വീഡിയോ ആരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന എല്ലാവരോടും നന്ദി. ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് ഒരുപാട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളവരോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. ഹമീദ്, ഓക്കെ ഹമീദ്, ഓക്കെ ഹമീദൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ലൈവിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ ഈ പറഞ്ഞ ഇന്നാണെങ്കിലും ഇവിടെയൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്ത് ഇന്ന് ഞാൻ ഒരു 1-2 മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയപ്പോൾ സുഹൃത്തുക്കളും കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാൻ പോയപ്പോൾ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊണ്ടു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ ചെയ്ത് കുറേ വന്ന അതിൻ്റേതായ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ജലദോഷമൊക്കെ ഉണ്ട്, മരുന്നൊക്കെ ഉണ്ട്, കഴിക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് മരുന്നില്ലേ എന്നൊക്കെ. ഉണ്ട്, മരുന്നൊക്കെ ഉണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിലൊക്കെ കൺസേൺ കാണിക്കുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അതായത് എന്നെ കണ്ടിട്ട് പോലും ഇല്ല, ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ല, ഞാനൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. കാരണം ഈ പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ മുമ്പ് സൂചിപ്പിച്ച പോലെ ഫേസ്ബുക്കും വാട്സപ്പും മെസ്സഞ്ചറും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തു നിന്നും നമുക്ക് കമൻസും മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ലൈക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ നമ്മളെ ലൈക്ക് അടിക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് തിരിച്ചയക്കാൻ പറ്റുന്നില്ല. ആ ഒരു കുറ്റബോധവും ഒക്കെ നമുക്കും ഉണ്ട് കേട്ടോ. കാരണം അത് ഈ ഒരാൾക്ക് അയക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും കംപ്ലൈൻ്റ് ആവും, ഞങ്ങൾക്ക് അയച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടൊക്കെ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായിട്ട് എന്നെ കൂടെ നിർത്തുന്നതിന്, നിങ്ങളുടെ ഒരു മൂത്ത ചേട്ടനായിട്ട്, നിങ്ങളുടെ ഒരു അനുജനായിട്ട്, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട്, നിങ്ങളുടെ ഒരു ബന്ധുവായിട്ട് ഒക്കെ പലരും പല രീതിയിൽ നമ്മളെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തുടക്കത്തിലൊക്കെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബന്ധുക്കൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല സ്ഥലത്തു നിന്നുള്ള, കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്ന്, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് എത്രയോ ആൾക്കാർ, അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഭായിമാർ, അതുപോലെ തന്നെ ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന നമ്മുടെ കേരളീയരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് പേര് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്തുള്ളവർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അഖിലേഷ് വന്നിട്ടുണ്ട്. കുമ്മുട, ഈ ചെറിയ അക്ഷരമായോണ്ടോ കേട്ടോ, എനിക്കത് വായിക്കാനായിട്ടൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ റാം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് എനിക്കൊരു ജലദോഷമൊക്കെ പിടിച്ചത് കേട്ടോ. പിന്നെ ചിലരെൻ്റെ യാത്രയെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും കുറേ പേര് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3 ദിവസം 4 ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഹൈദരാബാദ്, ഡൽഹിയിലൊക്കെ ഒന്ന് പോയി. അവിടെയൊക്കെ പോയി എൻ്റെ വലിയ ആഗ്രഹമാണ് കുറേ സ്ഥലങ്ങളിൽ പോകണമെന്നും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കെല്ലാത്തിനും ഒരു പരിമിതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ കുറേ സ്ഥലത്തൊക്കെ പോയി. അതായത് ഹൈദരാബാദാണ് ആദ്യം പോയത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറി ഇൻഡിഗോ വിമാനത്തിലാണ് കേട്ടോ ഫുള്ള് യാത്ര ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ഫ്ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. നല്ല യാത്ര ചെയ്യാൻ, ട്രാവൽ ചെയ്യാനൊക്കെ ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ട്രാവൽ വലിയ ഇഷ്ടമായി. കാരണം ഈ ടൂർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർമ്മകളും നല്ല മെമ്മറീസൊക്കെ കിട്ടിയ
ഒരു യാത്രയായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് എന്താണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അങ്ങോട്ട് പോയി ആദ്യം ഞങ്ങൾ ഹൈദരാബാദാണ് പോയത്. ഹൈദരാബാദിലെ കുറേ ഞാൻ പറഞ്ഞില്ലേ, രാമോജി ഫിലിം സിറ്റിയാണ് ആദ്യമേ നമ്മൾ പോയത്. രാമോജി ഫിലിം സിറ്റിയിലൊക്കെ പോയി കണ്ടു. എന്താ സംഭവം! ശരിക്കും ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് സംഭവം എനിക്ക് ഒരിക്കലും നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഒരിക്കലും പോകില്ല. അത്രയ്ക്ക് നല്ല ഓർമ്മകളും കാഴ്ചകളും ഒരുപാട് നമുക്ക് അനുഭവം. എന്നെ സംബന്ധിച്ച് അതൊരു ഒരു വലിയ ഒരു ട്രീറ്റാണെന്ന് തന്നെ പറയാം. അതായത് മെമ്മറീസിൽ ഇങ്ങനെ നിൽക്കും അത്. കാരണം ഞാനൊരു കലാകാരനും കൂടെയൊക്കെയാണ്. സിനിമയെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ നാടകം ഇഷ്ടപ്പെടുന്നു, അതുപോലെ കലാപരമായിട്ടുള്ള മേഖലയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഫിലിം സിറ്റിയിലൊക്കെ ചെന്നപ്പോൾ 2000 ഏക്കറോളം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഫിലിം സിറ്റി എന്ന് പറയുന്നത്, രാമോജി ഫിലിം സിറ്റി. അവിടെയൊക്കെ പോയി അതിനകത്ത് ഒരുപാട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡോറും ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഔട്ട്ഡോറിലൊക്കെ ഒരുപാട് നല്ല ഹിൽ ഏരിയ ഉണ്ട്. പിന്നെ അല്ലാതെ ഈ കാട് പോലത്തെ സ്ഥലങ്ങളുണ്ട്, ഫോറസ്റ്റ് രീതിയിലൊക്കെയുള്ള അങ്ങനെ പല സെറ്റപ്പിലൊക്കെയുള്ള. പിന്നെ അതിൻ്റെ ആകാശ ഇങ്ങനെ വിസ്തൃതിയിലൊക്കെ ഇങ്ങനെ നല്ല രസമാണ്. ക്ലൈമറ്റ് കണ്ടാലൊക്കെ നല്ല ഭംഗിയാണ്. അത് ക്യാമറയിലൊക്കെ വരുമ്പോൾ നല്ല ഒരു അനുഭൂതി തന്നെയാണ്. പിന്നെ അതിൻ്റെ ഔട്ട്ഡോറിൽ ഒരുപാടുണ്ട്. പിന്നെ ഇൻഡോർ സെറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ എത്ര സെറ്റുകളാണെന്നറിയോ, ഒരുപാട്. ഈ പറഞ്ഞ കണക്ക് അത് ആ സ്ഥലത്ത് നമ്മളെ ബസ്സിലാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് കാറോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ പേഴ്സണൽ വണ്ടിയൊന്നും കടത്തിവിടത്തില്ല. അത് അവരുടെ വണ്ടിയുണ്ട്, രാമോജി ഫിലിം സിറ്റിയുടെ വണ്ടിയുണ്ട്. നമ്മുടെ ഈ സിനിമയിലൊക്കെ മീനയൊക്കെ പാടി അഭിനയിച്ചൊരു ഇതുണ്ടായതല്ലോ, അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് മോഹൻലാലിൻ്റെ പടത്തിലെ കരളിൻ്റെ ആ ഒരു പാട്ടൊക്കെ ഇല്ലേ, കരളിൻ്റെ കരളി നിന്നോടൊന്നും പറഞ്ഞ പാട്ട് എനിക്ക് പാടാനൊന്നും ഇപ്പോൾ തൊണ്ടയൊന്നും അത്ര ഇതില്ല. അപ്പം അതുമല്ല, എനിക്ക് ആ വരികളൊന്നും കൃത്യ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം പാട്ടൊക്കെ ഞാൻ പാട്ടൊക്കെ പാടി നിങ്ങളെ മോഷിപ്പിക്കുന്നതിലൊക്കെ സോറി കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് അതൊരു നല്ല ഒരു ആ വണ്ടിയിലൊക്കെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇങ്ങനെ പോയിട്ട് നമ്മളെ അവർ പറഞ്ഞു തരും. നമുക്ക് ഗൈഡുകളൊക്കെ ഉണ്ട്, എല്ലാ ബസ്സിലും ഉണ്ടാവും. അപ്പം ഈ ബസ്സിലൊക്കെ പോയിട്ട് ഒരുപാട് ബസ്സുണ്ട് കേട്ടോ, അത്രയ്ക്ക് ആളുണ്ട്. അല്ലാതെ 1-2 ബസ്സൊന്നുമല്ല, ഒരുപാട് ബസ്സുകളുണ്ട്, ഒരുപാട് ബസ്സുകൾ. നമ്മളിങ്ങനെ പോകുമ്പോൾ വലങ്കും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വണ്ടികൾ. അപ്പോൾ അവരുടെ വണ്ടികളാണ് കേട്ടോ, രാമോജി ഫിലിം സിറ്റിയുടെ വണ്ടികളാണ്. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് പല ലൊക്കേഷനുകളുണ്ട്. ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ടുപോകും, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകും, ഇങ്ങനെ മാറി ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. ഇങ്ങനെ സെറ്റ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ സെറ്റ് ഇട്ടാണ് ഓരോ പടത്തിൻ്റെയും ഷൂട്ട്. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ബാഹുബലിയുടെ സെറ്റിലൊക്കെ ചെന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു കൗതുകവും കാര്യങ്ങളൊക്കെ. കാരണം ഒരുപാട് നല്ല ബാഹുബലി സിനിമയിലൊക്കെ കണ്ട സീൻസൊക്കെ ചെയ്ത ആ സ്ഥലങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് അത് നമുക്ക് വലിയ വണ്ടടിക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ, ഒരു മാറ്റമില്ല. ഇപ്പം നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമുക്കവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റെയിൽവേ സ്റ്റേഷനിലൊന്നും തോന്നില്ല. സെറ്റ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അത് മിക്ക സിനിമയിലും റെയിൽവേ സ്റ്റേഷനായിട്ട് അതാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ സിനിമയിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. കാരണം അത് ഞാൻ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് അത് ഒപ്പിയെടുത്തിരിക്കുക. കാരണം ഞാനൊരു കലാകാരനായതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എന്നെ വലിയ ആകർഷിക്കും. കാരണം ഞാൻ കലയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സെറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഹൃദയത്തിലിങ്ങനെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും നമുക്ക് ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. അതും എല്ലാ ഭാഷയിലുള്ള, മലയാളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമയിലും ഒക്കെ ഉണ്ടത്. അപ്പം അത് പിന്നെ നമ്മുടെ മലയാള സിനിമയുടെയൊക്കെ നമ്മുടെ ദിലീപിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെയൊക്കെ ലൊക്കേഷനൊക്കെ നമ്മളെ അവർ പറഞ്ഞു തരും. ഇത് ഇന്ന പടത്തിൻ്റെ മലയാളം സിനിമയിൽ ഇന്ന ദിലീപിൻ്റെ ഒരു പടത്തിൻ്റെ സെറ്റാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അവിടെ ഗൈഡ് വന്നിരിക്കുന്ന ആളത് പറയാം, മലയാള സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത്, അപ്പോൾ ആ പടം ഇന്നതാണെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്.
പിന്നെ ഹിന്ദി പടങ്ങൾ ഒരുപാട്, അതുപോലെ തെലുങ്ക്, കന്നഡ, ഉറുദു, മറാഠി ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഭാഷയിലെയും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അനുദിനം എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഭാഷയിൽ ഇങ്ങനെ മാറി മാറി. ഇപ്പം ഒരു സ്ഥലത്ത് തന്നെ അല്ല കേട്ടോ, ഈ 2000 ഏക്കർ. അപ്പം പല പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കും, ലൈവ്. പിന്നെ ഒരുപാട് ലൈവ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേജ് ഷോ പോലത്തേക്കുള്ള പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ ഷൂട്ടിന്റെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. പിന്നെ സിനിമ തിയേറ്റർ പോലെ അത് 3-4 തിയേറ്റർ അതിൻ്റെ അകത്തുണ്ട്. അവിടെയൊക്കെ നമ്മളെ ഇങ്ങനെ ഓരോ സിനിമയുടെ പറ്റി ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. നമുക്ക് അതിൽ കയറി കാണുകയൊക്കെ ചെയ്യാം. അതിന് പൈസയൊന്നുമില്ല കേട്ടോ. കയറി കഴിയുമ്പോൾ അത് ആദ്യമേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലിങ്ങനെ അവരുടെ വണ്ടിയെ തന്നെ ഇങ്ങനെ പോയി കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ സ്നാക്സ് കഴിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ കഴിക്കാം. പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ചെറിയ വീഡിയോ ആദ്യം ഇട്ടിരുന്നല്ലോ, എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അത് അങ്ങോട്ട് കയറിയ ഉടനെ ഫുഡ് കൗണ്ടറിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് മടുത്ത് അപ്പോൾ വന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു, ഫിലിം സിറ്റിയിലേക്ക് ചെന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചാൽ അതൊക്കെ ആ വീഡിയോ ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്കൊക്കെ മുമ്പുള്ള ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് സോണിച്ചൻ ആന്റണി എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് കയറുക, അതും രണ്ടും സോണിച്ചൻ ആന്റണി തന്നെ കേട്ടോ. ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. രണ്ടും ഒന്ന് ഫോളോ ചെയ്തേക്കുക, സോണിച്ചൻ ആന്റണി എന്ന്. പിന്നെ എല്ലാ വീഡിയോയ്ക്കും ഒരു കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഞാനത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നപ്പം നിങ്ങളിലേക്ക് എത്താനും ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. അതായത് യൂട്യൂബ് ചാനലിൻ്റെ പേര് സോണിച്ചൻ NK വ്ളോഗ് എന്നാണ് കേട്ടോ. സോണിച്ചൻ NK വ്ളോഗ് എന്നാണ്. അതൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഒരു ബെല്ലൈക്കണും ഒക്കെ ഒന്ന് അടിച്ചേക്കണേ. പിന്നെ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഞാൻ സജീവമായിട്ട് ലൈവ് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ, കാരണം സമയവും കിട്ടത്തില്ല. കാരണം വീട്ടിലെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് 85 വയസ്സിനൊക്കെ ഉണ്ട്. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പം ഞാൻ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കണക്ക് മലപ്പുറത്തെ കടയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അവരുടെ ഹാപ്പിനെസ് നോക്കിയാണ് ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത് അവരുടെ സന്തോഷം കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷം മതി അല്ലേ? ശരിയല്ലേ? അത് മതി. നമുക്ക് അവരുടെ ഹാപ്പിയാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും നാൾ നമ്മളെ വളർത്തി വലുതാക്കിയില്ലേ. അപ്പോൾ അവരൊരു കൊച്ചു കുട്ടികളുടെ ഒരു മൈൻഡാണ് അവർക്കൊക്കെ. 85 വയസ്സ് കഴിയുമ്പോൾ അവരും കുഞ്ഞു കുട്ടികളുടെ അപ്പോൾ അവരെ നമ്മൾ അത്ര അതീവ കെയറോടുകൂടി വേണം കരുതാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യട്ടോ. അവരതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ മാതാപിതാക്കളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, അവരെ നോക്കുമ്പോൾ, അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, അത് നമ്മുടെ നിരീക്ഷണത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കൊച്ചു കുട്ടികളുടെ, ഒരു 5 വയസ്സുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ 7 വയസ്സുള്ള കുട്ടികളുടെ ഒരു മൈൻഡാണ് 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്. അതൊന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അവർ പറയുന്നതൊന്നും ചിലപ്പോൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് അത് ചിലപ്പോൾ ഒരു പക്ഷേ മണ്ടത്തരമാണെന്നൊക്കെ തോന്നും. പക്ഷെ അതല്ല, അവരുടെ പ്രായത്തിൻ്റെ അത് നമ്മളൊന്ന് പരിഗണിക്കുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ പെരുമാറിയെന്നൊക്കെ ഇരിക്കും. നമ്മളെ ചെറുപ്പത്തിൽ എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടല്ലേ? ശരിയല്ലേ? എന്തെല്ലാം കുരുത്തക്കേടുകളും എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ പുറത്ത് നമ്മളെ എന്തെല്ലാം കെയർ ചെയ്ത് എത്ര സ്നേഹിച്ച് നമ്മളെ ചേർത്ത് പിടിച്ചല്ലേ. ആ പരിഗണന ഇപ്പം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു പ്രായമാണ് ഇപ്പം മാതാപിതാക്കൾക്ക്. അതായത് 80 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു പരിഗണന തിരിച്ചു കൊടുക്കാനായിട്ട്, അതൊരു പ്രകൃതി നിയമം കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പാപം കഴുകിയാലും നമ്മൾ എന്തൊക്കെ ഗംഗയിൽ പോയി കുളിച്ചാലും അത് തീരത്തില്ല. അത് നമ്മൾ ഈ ലോകത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പം ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പറയാൻ കാര്യം, അത് പ്രായമായ മാതാപിതാക്കൾ ഉള്ള മക്കൾക്കേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ചില മാതാപിതാക്കൾ, ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളെ നോക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിട്ടുമുണ്ട്. പക്ഷെ അങ്ങനല്ലാത്ത ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കില്ല, അവർക്ക് വേണ്ടുന്ന മരുന്ന് കൊടുക്കില്ല, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്.
അത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് കൂട്ടരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം, നമ്മളെ വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് താൽക്കാലിക സുഖത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കാലം അതിൻ്റെ കണക്ക് തിരിച്ച് നമ്മളോട് ചോദിക്കും. നമുക്കും പ്രായമാവും. പഴയ പഴഞ്ചൊല്ലി ഞാൻ മുമ്പ് സൂചിപ്പിച്ച കണക്ക് പഴുത്തല വീഴുമ്പം പച്ചല ചിരിക്കും. നമുക്കും കുറേ കഴിയുമ്പം പഴുത്തലയാവും, നമ്മളും കൊഴിഞ്ഞ് താഴേക്ക് വീഴും. അന്നേരം നമ്മളുടെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇരുന്ന് ചിരിക്കും. ആ ഒരു ഗതി വരാതിരിക്കട്ടെ. പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ആ ഒരു പുണ്യം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ കിട്ടും. അത് സത്യമാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുള്ളത് കൊണ്ടും പല ആൾക്കാരുടെയും കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാരത്തിന് പോയായിരുന്നു. ഒരു ശവസംസ്കാരം മരണത്തിന്, ഞങ്ങളുടെ ഒരു മരണത്തിന് പോയിരുന്നു. അപ്പം മരണത്തിന് ഞാൻ പോയപ്പോൾ ഏങ്ങലിട്ട് കരയുന്ന മക്കളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഏങ്ങലിട്ട്. അപ്പോൾ ശരിക്കും അവർ അതിനു മുമ്പ് വേണ്ടുന്ന ശുശ്രൂഷകളൊന്നും വേണ്ടുന്ന രീതിയിൽ അവർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ആ മരിച്ചിട്ട് കുറേ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നിന്ന 1-2 പേര് പറയുകയും ചെയ്യുന്നത് ഞാൻ കേട്ടത്, എൻ്റെ ചെവിക്ക് ഞാൻ കേട്ടതാണ്. ജീവിച്ചിരിക്കുമ്പം വേണ്ട പരിഗണന കൊടുക്കാതെ ഇപ്പം മരിച്ച ചാണ്ട കിടന്ന് കരയുന്നു, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് 100% നമുക്ക് പൂർണ്ണതയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കും മനുഷ്യരാണ്, കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ എങ്കിലും ഒരു പരിഗണന നമുക്ക് അവരോട് കാണിക്കരുതോ? മാതാപിതാക്കളോട് പരിഗണന കാണിക്കരുതോ? അവർക്ക് വേണ്ടുന്ന മരുന്ന് അത് കൃത്യസമയത്ത് നമ്മൾ മേടിച്ചു കൊടുക്കണം. ദേഹത്ത് വരട്ടാനുള്ള എണ്ണ, കുഴമ്പ്, അങ്ങനെയുള്ള മരുന്നുകളും ഒക്കെ ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കണം. അന്ന് ചെയ്തു കൊടുക്കുക, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ വയ്യാത്ത അവർക്കൊക്കെ വേണ്ടുന്ന ഫുഡുകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് അവരുടെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട്, അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട്, അതൊരു മകൻ്റെയും ഒരു മകളുടെയും ഒക്കെ കടമയാണ്. അത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. അതിനൊന്നും ഒരു മടിയും വിചാരിക്കരുത്. നാളെ ആകട്ടെ എന്ന് വിചാരിച്ചാൽ അവർ നാളെ ചിലപ്പോൾ നമ്മളിൽ നിന്നും മരിച്ച് അകന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ മനസ്സിന് ഒരു വേദനയും ഉണ്ടാകില്ല, ഒരു കളങ്കവും കുറ്റപ്പെടുത്തലും ഉണ്ടാകില്ല, മനസാക്ഷി കുത്തുണ്ടാകില്ല. അതായത് ഹൃദയത്തിൽ ഒരു കുത്തലുണ്ടാകില്ല, മനസാക്ഷി കുത്തലൊന്നും നീറ്റലുണ്ടാകില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. കാരണം നമ്മളുടെ മാതാപിതാക്കൾക്ക് ഇപ്പം എനിക്കറിയാം എൻ്റെ അച്ചാച്ചിക്കും അമ്മച്ചിക്കും ഒക്കെ എന്താ വേണ്ടതെന്ന്, ഏത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പിന്നെ കഴിവതും അവർക്ക് കൈ കിട്ടുന്നതൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ, കൊടുക്കണം. കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കണം, മേടിച്ച് കൊടുക്കണമെന്നേ. നല്ലതല്ല. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്വീറ്റ്സ് ആയിരിക്കും ഇഷ്ടം, മധുരമുള്ള കഴിക്കുന്ന. എൻ്റെ അച്ചാച്ചൻ അമ്മച്ചിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരം കഴിക്കുന്ന ആൾക്കാർ. അതായത് എൻ്റെ അച്ചാച്ചിക്കൊക്കെ കേക്ക് വലിയ ഇഷ്ടമാണ്, ക്രീം കേക്ക് അങ്ങനെയൊക്കെ ഉള്ളത്. എന്നും മേടിച്ചു കൊടുക്കാൻ പറയുന്നില്ല, ഇടയ്ക്കൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മേടിച്ചു കൊടുക്കാം, ശരിയല്ലേ? പിന്നെ അവരുടെ ഇപ്പം ചിലർക്ക് മീനായിരിക്കാം കൂടുതൽ ഇഷ്ടം. എൻ്റെ അച്ചായന് ഇറച്ചിയേക്കാളും കൂടുതൽ ഇഷ്ടം മീനാണ്. അത് ഞാൻ മനസ്സിലാക്കണം. അതൊരു മകൻ്റെ കടമയാണ്, അതുപോലെ ഒരു മകളുടെ കടമയാണ്. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് മീനാണ് കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മീൻ നമ്മളെ ഒരു കറിയായിട്ട് അതൊന്ന് ഉൾപ്പെടുത്തുക അവർക്ക് ഭക്ഷണത്തിൽ. ഇപ്പോഴാണ് അവർക്ക് വായിക്ക് ടേസ്റ്റോടുകൂടി കഴിക്കാനായിട്ട് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ആ ശവോടക്കിന് ഞാൻ പോയി കണ്ട ശവോടക്ക് ദിവസം കിടന്ന് വാവിട്ട് കരയാണ്. അവിടെ ക്യാമറ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, വരുന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ മൂക്കിക്കൂടൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് ഭയങ്കര അഭിനയവും ഷോയും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിലർത്ഥമില്ല. കരയേണ്ടെന്നൊന്നും പറയുന്നില്ല, മനസ്സിൽ വേദന കാണും ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കളല്ലേ. പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്താലേ നമുക്കതിന് അർഹതയുള്ളൂ, യോഗ്യതയുള്ളൂ. അവർക്ക് വേണ്ടത് ചെയ്യാതെ, അവർക്ക് സമയത്ത് വേണ്ടുന്ന മരുന്ന് മേടിച്ച് കൊടുക്കാതെ, അവർക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കാതെ, അവരെ
ഇവർ കറങ്ങാനായിട്ട് ബീച്ചിൽ പോകും, പാർക്കിൽ പോകും, പള്ളിയിൽ പോകും, അങ്ങനെ പള്ളിയിലൊക്കെ പോകും. പള്ളിയിൽ കറങ്ങാനല്ല കേട്ടോ, പ്രാർത്ഥിക്കാനോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബീച്ചിൽ പോകും, നമ്മൾ പള്ളിയിൽ പോകും, അതുപോലെ വലിയ മറ്റ് ചടങ്ങുകൾക്കൊക്കെ പോകും. നമ്മുടെ പോകുന്ന കൂട്ടത്തിൽ അവരോടും കൂടെ ഒക്കെ ഒന്ന് ഒരുങ്ങാൻ പറയുന്നേ. പറ്റുമെങ്കിൽ അവർ വരുന്നെങ്കിൽ വരട്ടെ, പറ്റുമെങ്കിൽ ചോദിച്ചു നോക്കാം. അവർ തീർച്ചയായും വരും, അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മളല്ലെങ്കിൽ നിർബന്ധിക്കണമെന്ന്, ബാ നമുക്ക് പോകാം, ബാ ഒരുങ്ങേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് സന്തോഷം ഉണ്ടാവും, അവർ വരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, എൻ്റെ 85 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളെയൊക്കെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെ ഞാൻ വിളിച്ചിരുന്നു, നമുക്ക് പോകാം ചേച്ചിയമ്മച്ചി വാ, 85 വയസ്സൊക്കെ കഴിഞ്ഞവരാ. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് ചെയ്യാം, ഞാനത് വേണ്ടുന്ന രീതിയിലൊക്കെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി. ഞാൻ വീൽ ചെയറൊക്കെ എല്ലാം റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഫ്ലൈറ്റ് ലൈനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നമുക്ക് വേണ്ടുന്ന. ഇനി അതല്ല, പുറത്താണെങ്കിലും നമ്മളവിടെ കാറൊക്കെ ആണെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അവരെ നടത്താത്ത രീതിയിൽ നമ്മളതുപോലെ അതീവ കെയറോടുകൂടിയൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ്. അപ്പോൾ എൻ്റെ അച്ചാച്ചനും അമ്മച്ചും പറഞ്ഞു, വേണ്ട നമുക്ക് നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ വരാം, നീ പോയിട്ട് അവിടെ നിന്ന് പോയിട്ടൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം. അപ്പം ഞാൻ എന്നാന്നറിയോ, എൻ്റെ അച്ചാച്ചി അമ്മച്ചിക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും മരുന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. അതുപോലെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ച് ഞാൻ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ 3 ദിവസത്തേക്കുള്ള കറികളും ഒക്കെ നമ്മുടെ മീനൊക്കെ ആണെങ്കിലും കറി എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. മീനൊക്കെ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരാഴ്ച വരെയൊക്കെ നല്ല അടിപൊളി കേട് വരാതെ ഈ മൺചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. എൻ്റെ അച്ചായനൊക്കെ അത് ഇഷ്ടമായിട്ട് ഞാനതെല്ലാം തുണ്ടമീനും ഒക്കെ മേടിച്ച്, പിന്നെ മറ്റ് ഫിഷും ഒക്കെ മേടിച്ച് അങ്ങനെ കറിയൊക്കെ വെച്ച് ഇറച്ചിയൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അത്യാവശ്യം വേണ്ടുന്ന വീട്ടിൽ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. മരുന്നും എല്ലാം ക്ലിയറാക്കി. എൻ്റെ മൂത്ത പെങ്ങളെ ഇളയ പെങ്ങളെയൊക്കെ വിളിച്ച് വീട്ടിൽ നിർത്തി. മൂത്ത പെങ്ങളും വീട്ടിൽ വന്നായിരുന്നു. പാലായിലുള്ള മൂത്ത പെങ്ങളും വന്നു. ചേർത്തലയെ കെട്ടിച്ച എൻ്റെ അളിയനും പെങ്ങളുമാണ് വീട്ടിൽ വന്ന് നിന്നത്. അങ്ങനെ എൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഞാൻ അവരെ ഏൽപ്പിച്ച്, എൻ്റെ നാട്ടിലുള്ള 1-2 പേരോട് പറഞ്ഞ് ഏൽപ്പിച്ചു. എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ അളിയനെയും പെങ്ങളെയും സഹായിക്കണം, ചാച്ചിക്കമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം റെഡിയാക്കിയിട്ടാണ് പോയത്. പിന്നെ അടിയന്തര ഘട്ടങ്ങൾ വന്നാൽ നമുക്കറിയാമല്ലോ, ഡൽഹിയിലൊക്കെ ആണെങ്കിലും ഹൈദരാബാദിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, നമ്മുടെ നാട്ടിലായതുകൊണ്ട്. ഗൾഫിലൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ എല്ലാം എല്ലാം കൺസേൺ എല്ലാം ആ ഒരു രീതിയിലാക്കിയിട്ടാണ് ഞാൻ പോയത്. കെയറിങ് എല്ലാം നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ എനിക്കറിയാം, എൻ്റെ ഇളയ പെങ്ങളാണ് ഇവിടെ നിർത്തിയത്. മൂത്ത പെങ്ങളും അന്ന് വരികയൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് പോകാം, കാരണം അവർ ഞാൻ നോക്കുന്നത് പോലെ തന്നെ നോക്കും. അതെനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെ വീട്ടിലാക്കിയിട്ട് ഞാൻ പോയത്. അപ്പോൾ കാരണം ഞാൻ അത്രമാത്രം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഓരോ കാര്യങ്ങളും, ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിക്കും. അതായത് എന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ. ഞാൻ പറഞ്ഞില്ല, എന്നെ അങ്ങനെ ചെറുപ്പത്തിലൊന്നും കണ്ടമാനം തല്ലുവോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അധികം അലമ്പാനൊന്നും പോയിട്ടില്ല, വഴക്കിനോ വഴക്കാളിയായിട്ട്. അങ്ങനെ ചെറിയ കുരുത്തക്കേടുകളാണ്, മനുഷ്യരല്ലേ, നമ്മൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ചില കുരുത്തക്കേട്. പക്ഷെ ഒരാളുടെ ജീവിതത്തിന് ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യാനാണ് എന്നെ ഉപദ്രവിച്ചവരോടൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതെല്ലാം പുറത്തു കൊടുത്തിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പച്ചനും അമ്മയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ആരെയും ഇന്നുവരെയും വേദനിപ്പിക്കാൻ പോയിട്ടില്ല. അത് ആ ഒരു മനസ്സാക്ഷി എനിക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സ് ഒരിക്കലും കുറ്റബോധം തോന്നില്ല. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ പൂർണ്ണനൊന്നുമില്ല, അപൂർണനാണ്, ഒരുപാട് കുറവുകളുണ്ട്, എന്നിൽ ഒത്തിരി ബലഹീനതകളുണ്ട്, അതൊക്കെ എനിക്കറിയാം. അത് മാനുഷികമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യനെ തകർക്കുന്ന പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്യേയില്ല. നമ്മളോട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കാലത്തിന് വിട്ടുകൊടുക്കും, വിധിക്ക് വിട്ടുകൊടുക്കും. അതിൻ്റെ കിട്ടുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ മുമ്പിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാട്ടിലാണ് കേട്ടോ, നാട്ടിലാണ്. ഇപ്പോൾ വീട്ടിലാണ്, കുട്ടനാട്ടിലാണ്, ആലപ്പുഴയിലാണ്. കുട്ടനാടാണ് എൻ്റെ വീട്, വെളിയനാടാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അവിടെയാണ് എൻ്റെ വീടൊക്കെ കേട്ടോ. പിന്നെ എനിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാനൊരു കർഷക കുടുംബത്തിലാണ്. എൻ്റെ പിതാവ്, എൻ്റെ അപ്പനെന്ന് പറയുന്നത് നല്ല ഒരു കർഷകനാണ് കേട്ടോ, കൃഷിക്കാരനാണ്. എൻ്റെ അപ്പം കൃഷിക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എൻ്റെ അപ്പനെന്ന് പറയുന്നത്. ആ കൃഷി കൊണ്ടാണ് ഞങ്ങളെ വളർത്തിയതൊക്കെ. എൻ്റെ 2 പെങ്ങന്മാരെയും എന്നെയൊക്കെ പഠിപ്പിച്ചതും വളർത്തിയതും ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ തന്നതും ഞങ്ങളെ സ്നേഹിച്ചതും. കൃഷിക്കാരനായതുകൊണ്ട് എൻ്റെ അപ്പന് ഞങ്ങളുടെ കുടുംബത്തോട് വലിയ സ്നേഹമായിരുന്നു. ഞാനതൊക്കെ കണ്ടു വളർന്ന ആളാണ്. അതായത് അമ്മച്ചിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എൻ്റെ അച്ചാച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അത് ഞങ്ങൾ കണ്ടാണ് വളർന്നത്. പിന്നെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആശയങ്ങൾ ചിലപ്പോൾ പറഞ്ഞാലും, പക്ഷെ അവർ തമ്മിലെ ഫൈനൽ തീരുമാനം എന്ന് പറയുന്നത് കറക്റ്റായിരിക്കും. അച്ചാച്ചി പറയുന്ന വിട്ട് അമ്മച്ചി ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പനാണ്. അമ്മച്ചി അഭിപ്രായങ്ങൾ പറയും, ഞങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ ചേച്ചി ഒരു കാര്യം ഫൈനലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് എതിർക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെയൊക്കെ. പിന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. അച്ചാച്ചി അത് ചിലപ്പോൾ ശരിയല്ല, അത് അങ്ങനെയല്ലല്ലോ, നമുക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ അത് പറയും. അത് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും. പക്ഷേ ലാസ്റ്റ് ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അച്ചാച്ചി തന്നെയാണ്. ഇന്നും അച്ചാച്ചിക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതും കാരണം നമ്മൾ ചെന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെന്ന്. പക്ഷെ നമ്മൾ അച്ചാച്ചി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അച്ചാച്ചി ഒരാളോട് ആ പുള്ളിക്ക് അന്നത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു കൊടുക്കും. അമ്മച്ചി പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. കാരണം അവർ പറയുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ തള്ളിക്കളയില്ല. ഇനി ഒരിക്കലും. കാരണം ഈ ഒരു പ്രായത്തിൽ ഇനി അവർ പറയുന്നത് ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവരെത്ര നാളിനി എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അവരെൻ്റെ കൂടെ ഇനി ഒരു കുറേ വർഷങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ല. കാരണം എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലൈവായിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മച്ചി മരിച്ചു പോയപ്പം അതിൻ്റെ വിടവ് എന്താണെന്ന് എനിക്കറിയാം. ശരിയാണ്, അത് വലിയ വിടവാണ്, അത് ശൂന്യത. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ആ ശവടക്കിന് പോയപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ മരിച്ചിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ചെയ്തു കൊടുക്കണം. ഇപ്പം പലയിടത്തും കാണിക്കുന്ന, ഞാൻ ഒറ്റ മകനായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശരിയാണ്, ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലയിടത്ത് 3-4 മക്കളുള്ളപ്പോൾ, ആമക്കളുള്ളപ്പം അല്ലെ പെൺമക്കളും കൂടെ ഒക്കെ ഉള്ളപ്പോൾ അവർ വിചാരിക്കും അവൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റവൻ ചെയ്യട്ടെ, ജോർജ് കുട്ടി ചെയ്യട്ടെ, അല്ലെങ്കിൽ കറിയ ചെയ്യട്ടെ, അല്ലെങ്കിൽ തോമ ചെയ്യട്ടെ. മക്കൾ 3-4 പേരൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം മറ്റവൻ ചെയ്യട്ടെ. കാരണം ഇവൻ്റെ പെണ്ണുപിള്ള പറഞ്ഞു കൊടുക്കും. ഇപ്പം ഒരുത്തൻ്റെ വൈഫ് പറഞ്ഞു കൊടുക്കാം, നിങ്ങളെന്തിനാ ഇതിൻ്റെ പുറകെ നടക്കുന്ന, മറ്റവർ ചെയ്യട്ടെ, എന്തിനാ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര ഉത്തരവാദിത്വം. അപ്പോൾ ഇവനൊരു സമാധാനക്കേട് വരാതിരിക്കാൻ വേണ്ടി ഇവനങ്ങ് പതുക്കെ വലിയും. ഇതുപോലെ എല്ലാവരും അങ്ങ് വലിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ആ മാതാപിതാക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എന്നിട്ട് മരിച്ചു കഴിയുമ്പോഴത്തേന് വലിയ പാട്ടിടുക, വലിയ ആൾക്കാർ പരസ്യം പത്രത്തിലിടുക, TV പരസ്യം കൊടുക്കുക, പത്രത്തിൽ മരിച്ചു, എൻ്റെ പിതാവ് ഇന്നയാൾ മരിച്ചുപോയി, ശവസംസ്കാരം ഇത്രയും ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവർ വന്നു, ഇവർ വന്നു, മറ്റത് വന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ 41 വലിയ ഗംഭീരമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആൾക്കാരാണ്. 41 ആണ്ടും ഒക്കെ വലിയ പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിച്ചിട്ട് വലിയ, ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങൾ. അതായത് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് ഒക്കെ ജോലിയുള്ള മക്കളൊക്കെ ഉണ്ട്. ജർമ്മനിയിലൊക്കെ ജോലിയുള്ളവരുണ്ട്. ആ സമയത്തൊന്നും വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കത്തില്ല, വേണ്ടുന്ന ഒന്നും ചെയ്തില്ല. നാട്ടിൽ വരാൻ പറഞ്ഞ അപ്പനൊന്ന് കാണണമെന്ന് പറഞ്ഞാലോ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞാലോ നേരമില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 41-ൻ്റെ അന്ന് അല്ലെങ്കിൽ ആണ്ടിൻ്റെ അന്നൊക്കെ വന്നിട്ട് സർവ്വ നാട്ടിലുള്ള ആൾക്കാർക്കും വിളിച്ച് ഭക്ഷണം കൊടുക്കും. കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല, കൊടുക്കണം. നമ്മൾ 41 നടത്തണം,
7 നടത്തണം, 41 നടത്തണം, അതുപോലെ ആണ്ട് നടത്തണം. അതൊക്കെ ചെയ്യണം. പ്രാർത്ഥനകളും ശുശ്രൂഷകളും അച്ഛനെ കൊണ്ട് വേണ്ടുന്ന കർമ്മങ്ങളും ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെ അവർക്ക് വേണ്ടുന്ന ഇതൊക്കെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ചെയ്യണ്ടെന്നൊന്നും പറയത്തില്ല, ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പല കാര്യം കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ ശവടത്തിന് പോയപ്പോൾ അവിടെ പലരും പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് വലിയ പൂക്കളും റീത്തും ഏതായി അവിടെ ആ പ്രദേശം മുഴുവൻ ഈ പൂവൊക്കെ വെച്ചിട്ട് ഇത് അലങ്കരിച്ചിരിക്കുക. ശവമഞ്ച് ഇതിൻ്റെ ശവപ്പെട്ടിയുടെ ചുറ്റിനും, പിന്നെ ശവപ്പെട്ടിക്കകത്ത് പൂക്കൾ കൊണ്ടങ്ങ് മൂടിയിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ആ പാവത്തിന് ഒരു പൂ ഉറച്ചു കൊടുത്തിട്ടില്ല. ഒരു ബർത്ത്ഡേ വന്നപ്പോഴത്തേന് ഹാപ്പി ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ അപ്പ എന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ 1000 പൂ കൊണ്ട് ദേഹത്തോട്ട് വെച്ചു, പുതിയ ഷർട്ട് ഇടിച്ചു, പുതിയ ഷൂ ഇടിച്ചു. അതൊക്കെ ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ ചെയ്യണം. അങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടത്. ആദരവ് കൊടുത്ത് വേണം വിടാനായിട്ടൊക്കെ. പക്ഷെ അതല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്തോ എന്ന് ചിന്തിച്ച് നോക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്കറിയാവുന്ന ചില ആൾക്കാരൊക്കെ കിട്ടുന്ന, അവർക്ക് മരുന്നും കുഴമ്പും മേടിക്കേണ്ട പൈസ വരെ പിടിച്ച് മേടിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ കാര്യം കേട്ടിട്ടുമുണ്ട്. 10, 80, 85, 90 വയസ്സുള്ള മാതാപിതാക്കൾക്ക് വരുന്ന ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ ഒരു ഉളുപ്പും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ പിടിച്ച് മേടിച്ചിട്ട് അതുകൊണ്ട് വെള്ളം തണ്ണി അടിക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊരു കഷ്ടമാണ്. വല്ലാത്തൊരു സംഭവം. ശരിക്കും ഞാൻ ചില അമ്മച്ചിമാരൊക്കെ പോകുന്ന വഴി കൂടെ ഒക്കെ പോകുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം എനിക്കറിയാം, കാരണം അതിന് വേണ്ടുന്ന രീതിയിൽ അതിന് ഭക്ഷണം കിട്ടുന്നില്ലെന്ന്. വേണ്ടുന്ന രീതിയിൽ അതിന് ഭക്ഷണം കിട്ടുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവർ വേണ്ടുന്ന രീതിയിൽ അംഗീകരിക്കുമോ? കാരണം 85-90 വയസ്സൊക്കെയുള്ള ആൾക്കാരാണ്, പ്രായമുള്ളവരോടൊക്കെ എന്താണ് ചിലർക്ക് ഇത്ര ഭയങ്കര പുച്ഛം പോലെ. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ചില ആൾക്കാർക്ക് വലിയ പുച്ഛം പോലെ. എന്ത് മനുഷ്യന്മാരെ, എല്ലാവർക്കും പ്രായം വരും, എല്ലാ ആൾക്കാർക്കും പ്രായം വരും, എനിക്കും വരും. നമ്മുടെ മുന്നിൽ ഒരു പ്രായമുള്ള അച്ചായൻ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അമ്മച്ചി കടന്നു വരുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. പക്ഷേ ഞാൻ പലപ്പോഴും ഞാനിങ്ങനെ റോഡിൽ നിൽക്കുമ്പോഴൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ കുത്തിയിരുന്നാൽ പോലെ, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നടന്നു വരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. നാളെ ഇവൻ ഈ അവസ്ഥ വരുമ്പോഴേ ഇവനത് പഠിക്കുകയുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ള കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ കൺമുമ്പിൽ കൂടെ പോകുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ കുത്തിയിരുന്നാൽ പോലെ, മറ്റുള്ളവർക്ക് നാട്ടിൽ ശല്യം ഇങ്ങനെ നടക്കുക. അവർ പിന്നെ ഇറങ്ങി നടക്കണ്ടേ? അവർക്കും കാണണ്ടേ, ആൾക്കാരെ കാണണ്ടേ? അവരും മനുഷ്യരല്ലേ? പ്രായമാകുമ്പോൾ അവർക്ക് ഒരുപാട് സംസാരിക്കാൻ കാണും, മക്കളോട് സംസാരിക്കാൻ കാണും, അടുത്തുള്ളവരോട് അയൽവക്കക്കാരോട് സംസാരിക്കാൻ കാണും. അതൊന്നും മക്കള് ശ്രവിക്കാൻ, അവർ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാനായിട്ട് മുതിരുന്നില്ല. അതാണ് സത്യം. ഒരു മക്കള് അവരെ ശ്രവിക്കുവാണെങ്കിൽ അവരിങ്ങനൊന്നും പോകില്ല. അവർ സ്നേഹം കിട്ടാനായിട്ട് ഈ വാർദ്ധക്യത്തിൽ അവർ കൊതിക്കുന്നുണ്ടേ ഒരുപാട്. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെയായി സംസാരിക്കുന്നത്. എന്നിട്ട് അവരെ കുറ്റം പറയുക. നാളെ ഇവനും ഈ ഗതി വരുമെന്നൊന്നും അറിയത്തില്ല. അവൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഇതുപോലെ നോക്കത്തൊന്നുമില്ല, പിടിക്കത്തൊന്നുമില്ല. അതൊക്കെയാണ്. അതിപ്പം പുറത്തുനിന്നൊരു പ്രായമുള്ള അമ്മച്ച് വന്നപ്പോഴും ഇത് തന്നെ പറയുന്നത്, അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കരുതോ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ശരിക്കും സങ്കടം തോന്നി, എനിക്ക് സങ്കടം തോന്നി. കാരണം എൻ്റെ അമ്മച്ചിയുടെയൊക്കെ പ്രായമുള്ള ആളാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശവടത്തിന് പോയപ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്ക് എന്താണ്, വലിയ ആഡംബരമായിട്ട് വലിയ പൂക്കളും ഫ്ലവറും കാര്യങ്ങളും പിന്നെ ലൈറ്റും കാര്യങ്ങളും, ഏതാ ഈ ട്യൂബ് ലൈറ്റ് തലേദിവസം രാത്രിയിലൊക്കെ കത്തിച്ച് ഭയങ്കര ആൾക്കാർ, വലിയ വലിയ VIP കളായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആഘോഷങ്ങൾക്ക് നമ്മളൊന്നും ഒരു കുറവും കാണിക്കില്ല. പക്ഷെ വേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തോ എന്നുള്ളതാണ്. ചെയ്തിട്ടില്ല, അതാണ്. അപ്പോൾ ഞാനൊരു വ്ളോഗർ, യൂട്യൂബർ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം കണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നു. എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് പറയൂ സമൂഹത്തിന്. ഞാനും ചിന്തിച്ച് ശരിയാണ്, സമൂഹത്തിന് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ പറയട്ടെ. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സാക്ഷി തോന്നിയിട്ട് അവർ, എത്രയോ മാതാപിതാക്കൾ ഇപ്പം നമ്മളുടെ
നാട്ടിൽ ഞാൻ പറഞ്ഞ കേരളീയരാന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്നു. അവരുടെയൊക്കെ മാതാപിതാക്കൾ എത്ര പേര് ഇപ്പം അനാഥാലയത്തിൽ കിടക്കുന്നുണ്ട്, വാർദ്ധക്യത്തിൽ എത്ര പേര് കിടക്കുന്നുണ്ട്, വാർദ്ധക്യത്തിൽ അനാഥാലയത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് അവിടെ ആക്കിയിരിക്കുന്നത്. മക്കൾക്ക് നേരമില്ല. അവരുടെ സുഖവും സന്തോഷവും നോക്കിയിട്ട് മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഈ അനാഥാലയത്തിലുള്ള നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പൊക്കോളൂ. ഞാൻ പോയിട്ടുള്ളതുകൊണ്ടാണ്, ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ചെന്നിട്ട് ആ അപ്പച്ചനോടും അമ്മച്ചിയോടും ഒന്ന് ചോദിച്ചു നോക്കിക്കുക, നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്താ ജോലി എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഡോക്ടർമാരാണ് പലരുടെയും മക്കൾ ഈ അവിടെ താമസിക്കുന്ന. അതുപോലെ എഞ്ചിനീയർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ടെന്ന്, നല്ല നല്ല ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഗൾഫിൽ ജോലിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, പൈസ കൂടിയിട്ട് അഹങ്കാരം മൂത്തിട്ട് അവർക്ക് മാതാപിതാക്കളെ നോക്കാൻ കഴിയത്തില്ല. അവർ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ആ മാതാപിതാക്കളുടെ ഹൃദയം കീറി നൊന്ത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണീരിൽ നിന്നൊക്കെ വീഴുന്ന കണ്ണീര് ശരിക്കും അതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സൊക്കെ പിടയ്ക്കും. കാരണം ഞാൻ ആ കണ്ണിക്കൂടൊക്കെ വരുന്ന കണ്ണീര് കണ്ടിട്ടുണ്ട്, നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാംഗ്ലൂരും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ പോയിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഇതുപോലെ പ്രായമുള്ളവരെ നോക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ജയിൽ മിനിസ്ട്രിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ ഞാൻ പോയി ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ജയിൽ മിനിസ്ട്രിയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കുറ്റം ചെയ്യാത്ത ആൾക്കാർ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്, അതായത് തെറ്റ് ചെയ്തത്. കാരണം സംശയാസ്പദമായിട്ടൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ചതിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, അറിയോ? മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടിട്ട്. അതൊന്നും ദൈവം ഒരിക്കലും പൊറുക്കില്ല. ഒരുത്തനെ ചതിയിൽപ്പെടുത്തിയിട്ട് കുടുക്കിയിട്ട് ജയിലിൽ കൊണ്ടുവന്ന് കഴിയേണ്ടി വരുന്ന അവസ്ഥ, അവൻ്റെ ശാപമൊക്കെ കിട്ടിയാലുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഇടയ്ക്ക് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വേദനകളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് ദൈവശുശ്രൂഷയ്ക്കൊക്കെ പോയ സമയത്തൊക്കെ ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴല്ല കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ജയിൽ മിനിസ്ട്രിയൊക്കെ നടത്തത് കുറച്ച് മുമ്പാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പ്രായമുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ പോകാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെയുണ്ട്. എനിക്കും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അവസ്ഥകളൊക്കെ നമുക്കും പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. മറ്റുള്ളവരറിഞ്ഞിട്ടല്ല. ബൈബിളിൽ പറയുന്ന കണക്ക് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. പറ്റുന്നിടത്തോളം ചെയ്തു കൊടുക്കുക. പിന്നെ ചിലപ്പം നമ്മൾ ചില ആൾക്കാരെ ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് നമുക്ക് പറ്റുന്നത് ചെയ്തു കൊടുക്കുക, ഓക്കെ. അല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ, ഒരു നല്ല പുഞ്ചിരി, ഒരു ചിരി, ചിലർ തകർന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മനസ്സിലിങ്ങനെ ഭാരമൊക്കെ ആയിട്ട് വേദനയായിട്ട്, അവരെ ഒന്ന് ചിരിച്ച് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ ശ്രവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ കിടന്ന് ഗുണമെന്ന് പറയുന്നതല്ലാതെ അവരെ കൂടെ ഒന്ന് ശ്രവിക്കുക. നമ്മൾ പറയണം, അവരെ ആശ്വസിപ്പിക്കണം, അതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടുന്ന നല്ല ആശ്വാസ വാക്കുകൾ കൊടുക്കുക, നല്ല വചനങ്ങൾ, ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ശ്രവിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തിരിച്ച് അവർ പറയുമല്ലോ നമ്മളോട്, അത് ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കുക. അധികം നേരമൊന്നും വേണമെങ്കിൽ കേൾക്കുക, അവരുടെ എന്താണ് അവരുടെ മനസ്സിലെ പ്രയാസം എന്നൊക്കെ. നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ചെറിയ ഉപദേശങ്ങളും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ചിരിക്കുക, നന്നായിട്ട് ആശ്വസിപ്പിക്കുക. അപ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിലെ ആ ഭാരം ഉണ്ടല്ലോ, കരിങ്കല്ല് പോലെയുള്ള ഭാരം ഈ മഞ്ഞുരുകുന്ന കണക്ക് അങ്ങോട്ട് ഉരുകി 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 ഇല്ലാതാവും. ആ ഭാരം അലിഞ്ഞങ്ങ് പോകും. പിന്നെ അവരുടെ മനസ്സ് ഭയങ്കര ഫ്രീ ആവും. ചില ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആത്മഹത്യ ടെൻഡൻസി, ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? ആ സമയത്ത് അവർക്ക് വേണ്ടുന്ന ഒരു ആശ്വാസ വാക്ക് പറയാൻ ആരും ഇല്ലാതെ പോയി, അതാണ്. പക്ഷെ ആ സമയത്ത് ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവർക്കൊരു നല്ല ആശ്വാസ വാക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന്ന്
അവൻ വിളിച്ചപ്പോൾ ഞാനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ശരിയാണ്, നമ്മൾ ചില ആൾക്കാർ നമ്മളിൽ നിന്ന് ഒരു ആശ്വാസ വാക്ക് കിട്ടും എന്ന് കരുതിക്കൊണ്ട് നമ്മളെ വിളിക്കും. നമ്മൾ ഒരു ആശ്വാസ വാക്ക് കൊടുക്കാനായിട്ട് പറ്റിയാൽ സാധിക്കണം. അതൊക്കെ പൂർണ്ണമായിട്ട് നമ്മളാരും പെർഫെക്റ്റ് അല്ല കേട്ടോ. ഞാനൊന്നും പെർഫെക്റ്റ് ഒന്നും അല്ല, പൂർണ്ണനൊന്നും അല്ല. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണുന്ന കാര്യത്തിന് അപ്പം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവമര്യാദയായിട്ട് പെരുമാറിയാൽ ഞാൻ അപ്പം അതിനനുസരിച്ച് മറുപടി കൊടുക്കും. നന്നായിട്ട് പെരുമാറിയാൽ അതനുസരിച്ച് ഞാൻ പെരുമാറും. സ്നേഹിക്കേണ്ടവരെ ഞാൻ സ്നേഹിക്കും. പക്ഷേ എന്നോട് അനാവശ്യപരമായിട്ട് പെരുമാറുന്ന ആൾക്കാരോട് ഞാൻ അതനുസരിച്ച് തിരിച്ച് പ്രതികരിക്കും. അതെൻ്റെ ഒരു ക്യാരക്ടറിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാനായിട്ട് പോകില്ല. കാരണം നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ പഠിക്കണം. ചില കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കണം. എൻ്റെ ലൈഫിൽ എനിക്കത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം കടുംപിടുത്തത്തോടെ ഞാനങ്ങനെ പറയാറില്ല. ഞാനങ്ങ് മാറുകയുള്ളൂ. സ്വാഭാവികമായിട്ട് എനിക്കിഷ്ടമില്ല എന്ന് തോന്നിയാൽ ഞാൻ അവിടെ നിന്ന് അങ്ങ് പതുക്കെ ന്യൂട്രലിൽ മാറുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഞാൻ എന്നെ വെറുപ്പിക്കുന്ന ആൾക്കാരെ പോലും ഞാൻ തിരിച്ച് ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഞാനങ്ങ് സ്വയം മാറി നിൽക്കും. പക്ഷെ നമ്മളോട് ഉടായ്പ കാണിക്കാൻ വന്നവൻ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എവിടുന്നേലും നല്ല കീറ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയുകയും ചെയ്യും. ഞാൻ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുക്കെ വലിയ ഡയലോഗൊക്കെ കാണിക്കുമ്പോൾ ഞാൻ എന്നാണെന്നറിയോ ശ്രദ്ധിക്കത്തില്ല. കാരണം വെള്ളത്തിൻ്റെ പുറത്ത് ഓരോ കോപ്രായങ്ങൾ ചിലപ്പം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയും, അവനെ പിടിച്ച് പൊട്ടിച്ചാലോ, നമുക്ക് പിടിച്ച് പൊട്ടിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്താലോ ഇത് ചെയ്താലോ. ഞാൻ പറയുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ല, അത് വെള്ളമാണ്, അതിന് ബോധമില്ല, നമുക്ക് വിട്ടേക്ക്, അത് ക്ഷമിച്ചേക്ക്, പോട്ടെ. അങ്ങനെ ഞാൻ ഒഴിവാക്കും. അമ്മച്ചിയും പറയും അല്ലെങ്കിൽ എൻ്റെ അച്ചാച്ചിയും പറയും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിട്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട, പോട്ടെ, അത് സാരമില്ല. അത് നമ്മളങ്ങനെ വിട്ടുകളയും. ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞ കണക്ക് എവിടുന്നെങ്കിലുമൊക്കെ നല്ല കീറ് കിട്ടിയെന്നുള്ളത് നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ അറിയും. എവിടെങ്കിലും. കാരണം കൊടുത്ത കൊല്ലത്തുനിന്ന് കിട്ടുമെന്നും കേട്ടിട്ടില്ലേ ഒരു പഴഞ്ചൊല്ല്? അത് സത്യമാണ്. ഇതൊക്കെ പ്രകൃതി നിയമമാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഫലമുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു കിട്ടും. അത് ഈ ലോകത്തിൽ തന്നെ. പണ്ടൊക്കെ പിന്നെ ഇപ്പം കൂടെ എന്നൊക്കെ ആ പറഞ്ഞ പഴഞ്ചൊല്ല് കറക്റ്റാണ്. അതായത് പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ആ സ്പോട്ടിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് സത്യമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സത്യം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവത്തിൽ നമുക്ക് ഒത്തിരിയൊന്നും വേണ്ട, ചെറിയ കടുകുമണിയോളം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ തകർന്നു പോകത്തില്ല. അതായത് നമുക്ക് എന്ത് പ്രയാസവും ജീവിതത്തിലെ പ്രതിസന്ധികളും വന്ന് നമ്മളെ കുലുക്കിയാലും തകർന്നു പോകത്തില്ല. അത് സത്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിനാന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ കാര്യം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത് കഴിഞ്ഞിട്ട് വേറൊരു ആണ്ടിനൊക്കെ പോയി. ഭയങ്കര ഗംഭീരമായിരുന്നു. വലിയ ബിഷപ്പും ഒക്കെ വന്നു, വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ നടത്തിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ വേണ്ടുന്നവരെയൊക്കെ പരിഗണിക്കണം, അംഗീകരിക്കണം, സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം ഒക്കെ. പക്ഷേ ചെയ്യേണ്ട സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെയ്യണം. ഇപ്പം നമ്മളുടെ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾക്ക് ഈ സമയത്താണ് ചെയ്യേണ്ടത്. പ്രസൻറ്റ് ടൈം. ഇപ്പോൾ നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മളുടെ മക്കൾ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മളുടെ കൂട്ടുകാർ, ആരെങ്കിലും നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല അല്ലേ? എന്നാലും മനുഷ്യൻ്റെ അഹങ്കാരം മാറില്ല. നമ്മളൊക്കെ എന്തോ വലിയ ഒരു ആളുകളാണെന്നൊരു ഭാവമൊക്കെയാണ് പലപ്പോഴും പല ആൾക്കാർക്കും. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പറയാം, ഞാനിപ്പോൾ ആരോടെങ്കിലും അഥവാ ഒന്ന്
ഇച്ചിരം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പുറത്തു കൊടുക്കും. അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാനത് മനസ്സിൽ നിന്നെല്ലാം കളയും. പിറ്റേ ദിവസം ഞാൻ അയാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു വിഷയമേ ഇല്ല. ഞാൻ സത്യമാണ് പറയുന്നത്. കാരണം ഞാനത് മറന്നിട്ടുണ്ടാവും, ആ സംഭവം വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ഓർത്തിരുന്നിട്ടില്ല. അയ്യോ അവൻ എന്നെ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അവൻ എന്നെ ഇത്രയും തകർത്ത് കളഞ്ഞല്ലോ. ശരിയായിരിക്കും, അവൻ തകർത്ത് കളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പേര് വൈരാഗ്യം ഞാൻ പിന്നീട് വെച്ച് പുലർത്തത്തില്ല. ഞാൻ ആ പ്രശ്നം കഴിഞ്ഞാൽ അവിടെ വിട്ടു. പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ, ആ മനസ്സിൽ അതങ്ങ് കട്ട പിടിച്ച് അവിടെ ഇരിക്കും. നാളെ നമ്മളെ കാണുമ്പോൾ അത് ഓർത്ത് വരും. ഞാൻ ചില ആൾക്കാരെ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞെന്നല്ലാതെ അതിൻ്റെ അകത്ത് ഒരു കഥയും ഉണ്ടായില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മളങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മളതോടുകൂടി ആ പ്രശ്നം വിട്ടു. പിന്നീട് നമ്മൾ കാണുമ്പോൾ, അയാളെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സിലൊന്നും അങ്ങനത്തെ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണും. ഞാൻ ചില വ്യക്തികളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് നമ്മളോട് ചിലപ്പോൾ പെരുമാറും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതൊന്നും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ എനിക്ക് മനസാക്ഷിക്ക് ഒരു കുത്തലുമില്ല കേട്ടോ. കാരണം ഞാൻ ഇന്നിപ്പം കിടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാവരോടും പുറത്തു എൻ്റെ മനസ്സ് വളരെ ക്ലിയറാണ്, ഒരു പ്രശ്നവുമില്ല. എൻ്റെ മനസ്സിൽ അതുകൊണ്ട് നല്ല ശാന്തമായിട്ട് ഞാനിപ്പം ഈ ബെഡിൽ കിടന്നാൽ അപ്പം കിടന്നുറങ്ങും. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഫ്രീ മൈൻഡാണ്. എനിക്കിപ്പോൾ വേറൊരു പ്രശ്നവുമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ദൈവവിശ്വാസം വേണം, ഒരു കടുകുമണിയോളം ദൈവവിശ്വാസം വേണം. ദൈവത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ട് കിടന്നുറങ്ങുക, നല്ല ഉറക്കം കിട്ടും. എനിക്ക് നല്ല ഉറക്കമുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ എനിക്കൊരു കുത്തൽ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പനെയും അമ്മയും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനത്തിലും പോവുകയില്ല. കാരണം അവരാണ് എൻ്റെ എല്ലാം. അവരെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്തെല്ലാം സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എന്തെല്ലാം വിട്ട് പൊന്നുകൊണ്ട് മൂടിയെന്ന് പറഞ്ഞാലും, അവരുടെ ഹാപ്പിനെസ് കളഞ്ഞിട്ട് എനിക്ക് ഒരു സന്തോഷവും വേണ്ട. ആ ഒരു സന്തോഷം ഞാൻ മേടിക്കുകയില്ല. എനിക്കത് വേണ്ട, ആ ലൈഫ് വേണ്ട. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ലൈഫിൽ എടുക്കില്ല. എൻ്റെ സന്തോഷം എത്ര പോയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും, നമുക്ക് അവരെ വേദനിപ്പിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകില്ല. കാരണം അങ്ങനെ ഞാൻ ചെയ്താലേ എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് കണക്ക് നാളെ കൊടുക്കേണ്ടി വരും ദൈവത്തിന് മുമ്പാകെ. കാരണം അവരാണ് നമ്മളെ കുഞ്ഞുനാൾ മുതൽ വളർത്തി ഇത്രയും വലുതാക്കി, നമ്മളെ ഇത്രയും കൈ വളർന്നോ കാല് വളർന്നോ എന്നൊക്കെ നോക്കി വളർത്തി വലുതാക്കി. ഇപ്പം പലയിടത്തും കാണുന്ന ഒരു കാര്യം, അവനൊരു ജോലിയായി, അവനൊരു പെണ്ണ് കെട്ടി, അല്ലെങ്കിൽ അവന് ഒരു വലിയ സെറ്റപ്പായി കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് പല വീട്ടിലും ഭാരമായിട്ട് തോന്നുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരെയൊന്നും പരിഗണിക്കുന്നില്ല വീട്ടിൽ. പക്ഷെ അവരൊക്കെ നമ്മളുടെ ഒരു സ്നേഹം, ഒരു നല്ല വാക്ക്, ഒരു സംസാരം ഒക്കെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ അടുക്കിലേക്ക് അവർ ഓടി വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ തട്ടിമാറ്റുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുമുണ്ട് കേട്ടോ, അത് സത്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് നമ്മളെ മാതാപിതാക്കളെ, പ്രായമുള്ള മാതാപിതാക്കളെയൊക്കെ നോക്കണം. അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് തരും. അപ്പോൾ ചിലരൊക്കെ നമ്മുടെ യാത്രയെപ്പറ്റിയൊക്കെ വീണ്ടും ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് മധ്യപ്രദേശ്, ഡൽഹിയിലൊക്കെ പോയി, ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ കിടപ്പുണ്ട്. ഞാൻ കുറേശ്ശെയൊക്കെ ഫേസ്ബുക്കിൽ ഇടാൻ കേട്ടോ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെ ഇടാം. ഒരുപാട് നല്ല ഓർമ്മകളായിരുന്നു, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ യാത്രകളൊക്കെ, ഹൈദരാബാദ് ഡൽഹി യാത്രയൊക്കെ. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഹൈദരാബാദിലായിരുന്നു കേട്ടോ. ഭയങ്കര, ഞാൻ അവിടെ വെള്ളം കുടിച്ചതിന് കൈയും കണക്കുമില്ല. എത്ര കുപ്പി, എത്ര ലിറ്റർ വെള്ളം കുടിച്ചെന്ന് എനിക്ക് കൈയും കണക്കുമില്ല. അവിടെയാണ് എനിക്ക് കൂടുതൽ ചൂടായിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നല്ല തണുപ്പും, ഇവിടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിപ്പോയപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ കയറിപ്പോയ സമയത്ത് മഴയില്ലായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായി. ആ സമയത്ത് നെടുമ്പാശ്ശേരി നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കയറിപ്പോയ സമയത്ത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ നെടുമ്പാശ്ശേരിയിലൊക്കെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ കാർ അവിടെ എയർപോർട്ടിലിട്ടു. 4 ദിവസം കഴിഞ്ഞാണല്ലോ വന്നത്. അപ്പോൾ അതുവരെ അവിടെ എയർപോർട്ടിലിട്ട് ഞങ്ങൾ കയറിപ്പോയി നേരെ ഹൈദരാബാദിൽ ചെന്നു. അതാ ഞാൻ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ നല്ല ചൂട്, പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോൾ നല്ല ചൂട്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒരുപാട് വെള്ളം കുടിച്ചു, ഒരുപാട് വെള്ളങ്ങളൊക്കെ കുടിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈദരാബാദ് നല്ല പ്ലേസാണ് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടും, നല്ല സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി പിന്നെ അവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ പോയി ഇതുപോലെ തന്നെ കുറേ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൽഹിയിൽ എനിക്ക് കേരളത്തിൻ്റെ ഒരു ഫീൽ, ഇപ്പോഴത്തെ കാലാവസ്ഥ വലിയ ചൂടൊന്നുമില്ല, ഈ ഹൈദരാബാദ് പോലത്തെ അത്രയും ചൂടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ താമസിച്ച ഹോട്ടൽസൊക്കെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു, നല്ല സെറ്റപ്പ് ഹോട്ടലായിരുന്നു. അപ്പോൾ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്, നല്ല ഫുഡും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനവിടെ ഡൽഹിയിലെ കേരള ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. കേരള ഹോട്ടലിൽ നല്ല അടിപൊളി മീൻ വറുത്തതും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ചോറും ഒക്കെ കഴിച്ചു. കാരണം ഡൽഹിയിൽ അങ്ങനത്തെ കേരള ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് മലയാളീസിനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ പരിചയപ്പെട്ടു. എൻ്റെ വീഡിയോയിലൊക്കെ അതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പരിചയപ്പെട്ട് ഈ പറഞ്ഞ കണക്ക് തിരിച്ച് നല്ല കുറേ ഓർമ്മകളും നല്ല നല്ല കുറേ സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞാൻ തിരിച്ച് ഡൽഹിയിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നിറങ്ങുമ്പോൾ പെരുമഴയാണ്. ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര മഴ. അതുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേന് നമുക്ക് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല, ഒരു ഭയങ്കര മഴ വന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി അതിനുള്ളിൽ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളുടെ ആ സമാപന ഇത് അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ കാറിൽ കയറി അങ്ങനെ വന്ന സമയത്ത് കുറേ മഴ നനഞ്ഞു കേട്ടോ. അതാണ് എനിക്ക് ഇപ്പോൾ ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ വരുന്ന വഴിക്ക് നമ്മുടെ ആലുവയുടെ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡും ഒക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറേ നല്ല ഫുഡൊക്കെ ആയിരുന്നു, അതൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് പറയാം. അപ്പോൾ കഴിച്ച് നേരെ വീട്ടിൽ വന്നപ്പോൾ വെളുപ്പിന് ഒരു 3-4 മണിയോളം ഒക്കെ ആയി. പിന്നെ ഉറക്കം, അത് അന്നത്തെ കാര്യം നടന്നില്ല. കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഒരു വല്യപ്പൻ്റെ ഒരു ആണ്ടുമൊക്കെ ഉണ്ടായിരുന്നു, മരിച്ച ആണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയി. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ഉറക്കം എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നു, അപ്പോൾ ഉറക്കമൊന്നും അത്ര ശരിയായില്ല. അത് കഴിഞ്ഞ് രാത്രി കിടന്ന് നന്നായിട്ടൊക്കെ ഉറങ്ങി. പിന്നെ ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ ദിവസം ഇന്നും ഞാൻ കുറച്ച് മഴയൊക്കെ നനഞ്ഞു. കാരണം 1-2 മീറ്റിങ്ങിനൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒരു ചിങ്ങവനത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയി. അതിന് ശേഷം പിന്നെ തിരുവല്ലയിലുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. കുറച്ച് മഴയൊക്കെ നനഞ്ഞപ്പോൾ ഒന്നുകൂടെ ജലദോഷമൊക്കെ ആയി. അപ്പോൾ ആ ഒരു കാര്യം, അപ്പോൾ ആ ഒരു ജലദോഷത്തിൻ്റെ ഒരു ഫീലൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തായിരുന്നു, പുറത്ത് നല്ല മഴയൊക്കെ പെയ്തു. ഇപ്പം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, നല്ലൊരു മനസ്സ്, നല്ല ഹൃദയം നമുക്കുണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ സഹോദരങ്ങളെ, വീട്ടിലുള്ള ആൾക്കാരെ, മക്കളെ, ഭാര്യയെ, അപ്പനെ, അമ്മയെ ഒക്കെ സ്നേഹിക്കണം. ഞാനത് പറയാൻ കാര്യം പ്രായമുള്ളവരൊക്കെ നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കണം കേട്ടോ. അത് കൊച്ചു കുട്ടികളെ നമ്മൾ സ്നേഹിക്കത്തില്ലേ, ഒരു വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികളെ നമ്മൾ സ്നേഹിക്കത്തില്ലേ, അവരെ നമ്മൾ കെയർ ചെയ്യുന്നില്ല. ആ കെയർ തന്നെ ഒരു 75 വയസ്സ് 80 വയസ്സ് 85 വയസ്സൊക്കെ ഉള്ളവരോട് നമ്മൾ കാണിക്കണം. ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കണം. കാരണം കുട്ടികളുടെ മനസ്സാണ്. ചിലപ്പോൾ അവർ വാശി പിടിക്കും. കൊച്ചു കുട്ടികൾ വാശി പിടിക്കാൻ നിനക്ക് വാശി പിടിക്കും, എനിക്കത് തരണം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട എന്നൊക്കെ ചിലപ്പം പറയും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം. അവർ പറയുന്നത് എന്താണെന്ന് അതിൻ്റെ കുഞ്ഞു കുട്ടികളെ പോലെയാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം. കാരണം അതാണ് ഒരു മകൻ്റെ ഒരു മകളുടെയൊക്കെ ഒരു കടമ. പിന്നെ അവർക്ക് വേണ്ടുന്ന, ഞാൻ പറഞ്ഞില്ലേ, മരുന്നും മറ്റു കാര്യങ്ങളും ഭക്ഷണവും. പിന്നെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകണം. ബീച്ചിൽ നമ്മൾ ഭാര്യയും മക്കളും ഒക്കെ പോകുന്ന കൂട്ടത്തിൽ അവർക്കും സീറ്റ് കൊടുത്ത് അവരെ നമ്മൾ അടുത്തിരുത്തി നമ്മൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാതാപിതാക്കൾക്ക് മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അപ്പച്ചനെ അത് ചെയ്യടാ, ഇത് ചെയ്യടാ എന്നൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ മോളെ കൊണ്ട് വെള്ളം കൊണ്ട് കൊടുക്കുക, അപ്പച്ചന് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം വീട്ടിലെ. അപ്പോൾ പിള്ളേർക്കതൊരു ശീലമാവും. അപ്പോൾ ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് സ്നേഹം എന്താണെന്ന് അറിയാത്തത്. ഒന്നും അറിയത്തില്ല, മാതാപിതാക്കളോടുള്ള സ്നേഹമൊന്നും എന്താണെന്നൊന്നും അറിയില്ല. വല്യപ്പനോടും വല്യമ്മയോടുള്ള സ്നേഹം എന്താണെന്നും അറിയത്തില്ല. ഇപ്പോൾ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കറിയാം വല്യപ്പൻ്റെയും വല്യമ്മയുടെയും സ്നേഹം എന്താണെന്നൊക്കെ. അത് അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് ആ വല്യപ്പൻ്റെയും വല്യമ്മയുടെയൊക്കെ നമ്മളൊക്കെ ഇടപെട്ടിരിക്കുന്ന പോലെയാണോ ഇപ്പം. കാരണം എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു മൊബൈൽ യുഗത്തിലാണ്, സംസാരിക്കാൻ നേരത്തില്ല. ജനിച്ചു വീഴുന്ന കൊച്ചു കുട്ടികൾ വരെ മൊബൈലിൽ നോക്കിയിരുന്ന് മൊബൈൽ ഒന്ന് എടുത്തു മാറ്റി പറഞ്ഞാൽ
അങ്ങ് കിടന്ന് വാവിട്ട് കരയുക. അപ്പോൾ ആ ഒരു യുഗത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ വീട്ടിലെ കുറേ സമയം നമ്മൾ സംസാരിക്കാനായിട്ടൊക്കെ സമയം കണ്ടെത്തണം. നമ്മളുടെ പ്രത്യേകിച്ച് വല്യപ്പനെയും വല്യമ്മയായിട്ടൊക്കെ നമ്മൾ ഈ പിള്ളേരെ ഇടപെടുത്തണം. അവർ വഴി വാമൊഴിയായിട്ട് ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്, ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ അവരാകുമ്പം പറഞ്ഞു കൊടുക്കും. അതൊക്കെ മക്കളുടെ മൈൻഡിലേക്ക് അത് കടന്നു ചെല്ലും. അപ്പോൾ അതൊക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ തരണം ചെയ്യാനൊക്കെ ഇതൊക്കെ ഉപകരിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെയൊക്കെ നമ്മളുടെ വല്യപ്പനെയും വല്യമ്മയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ മക്കളെ കാണിച്ചു കൊടുക്കണം. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവിടെ അപ്പച്ചനും അമ്മച്ചയ്ക്കും വെള്ളം കൊണ്ട് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അവരെ കൊണ്ട് അത് സെർവ് ചെയ്യിപ്പിക്കണം, വിളമ്പി കൊടുക്കണം. പിന്നെ അവരുടെ പാത്രങ്ങളൊക്കെ എടുത്ത് കൊച്ചിലെ ഇതൊക്കെ പഠിപ്പിക്കണം. കഴുകാനും പിടിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ പിള്ളേർ നല്ലൊരു ശീലത്തിലേക്ക് വരും, നല്ലൊരു ശീലങ്ങളിലേക്ക് വരും, ദുശീലങ്ങളൊക്കെ മാറും. അപ്പോൾ പ്രത്യേകിച്ച് വല്യപ്പനും വല്യമ്മയുടെ കൂടെ അടുപ്പിച്ച് അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് നന്മകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ഞാൻ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒത്തിരി കണ്ടുവരുന്നുണ്ട്. മാതാപിതാക്കളെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ചിലരത്തൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോകുമ്പോൾ, ഇപ്പോൾ ബീച്ചിലായിക്കോട്ടെ, നമ്മളൊരു പാർക്കിലായിക്കോട്ടെ ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹമുണ്ടെന്ന് അവർക്കും കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോവുക, അവരെയും കൊണ്ടുപോവുക. വാ നമുക്ക് പോവാം, വാ അമ്മച്ചി പോവാം, വൈഫിനെ കൊണ്ട് വിളിപ്പിക്കുക. അത് നമ്മൾ ചെയ്യണം, വിളിപ്പിക്കുക. അല്ലാതെ വൈഫിനെ പേടിച്ചിട്ട് അപ്പച്ചനും അമ്മ അവിടെ ഇരുന്നോട്ടെ, അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരെ വിളിപ്പിക്കണം. വൈഫിനോടും വന്ന് കയറുന്ന പെണ്ണിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിളിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകണം. അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയല്ലേ സ്നേഹം, കൺസേൺ, പരിഗണന, സ്നേഹം, ദയ, അനുകമ്പ, ഇതൊക്കെ ഉണ്ടാകണം. അല്ലാതെ പ്രായമായി കഴിയുമ്പോൾ അവരെ പിടിച്ചൊരു മൂലക്കിട്ട് നമ്മളുടെ സുഖം മാത്രമേ തേടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം നമ്മൾ ഒരു ഗുഡ് നൈറ്റ് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുക, നമ്മളുടെ മക്കളെ സ്നേഹിക്കുക, നമ്മളുടെ അയൽവക്കക്കാരെ സ്നേഹിക്കുക, നമ്മളുടെ കൂട്ടുകാരെ സ്നേഹിക്കുക, നമ്മളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുക. ഇവരെല്ലാം വേണം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇതൊക്കെ വേണം. ഇവരും എല്ലാം നമുക്ക് വേണം. ഇനി ആരോടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് പുറത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. ചിലപ്പോൾ ചില സഹോദരിമാരോടായിരിക്കാം, ചിലപ്പം ചില ചേട്ടന്മാരോടായിരിക്കാം, ചിലപ്പോൾ ചില അനുജന്മാരോടായിരിക്കും. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങ് പുറത്തു കൊടുക്കുന്ന നാളെ നമ്മളൊക്കെ ഈ ഭൂമിയും ഈ പറഞ്ഞ വീടും ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകേണ്ടവരാ. ചിലപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ചിലപ്പം കിടക്കുമ്പം നാളെ എഴുന്നേക്കുമെന്നൊന്നും ഉറപ്പില്ല. എന്തിനു മനുഷ്യൻ അഹങ്കരിക്കുന്നു? ശരിക്കും മനുഷ്യന് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത്, ഒന്ന് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ, ക്ഷമിച്ചു കഴിഞ്ഞാൽ എത്രയോ നല്ല മനസ്സിന് സുഖം കിട്ടും. ശരിയല്ലേ? എന്തൊരു ശാന്തതയാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോൾ സ്നേഹമാണ് ഏറ്റവും പ്രധാനം കേട്ടോ, ഒന്നുമല്ല. സമ്പത്തൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ സമ്പത്ത് വേണ്ടെന്നല്ല പറയുന്നത്, സമ്പത്ത് ഒരു വലിയ ഘടകമാണ് കേട്ടോ. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം വന്നു ചേരും, അത് സത്യമാണ്. പക്ഷേ സ്നേഹമില്ലാത്ത ഇടത്ത് എന്തുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ പറ്റില്ല. അതാണ്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് നീ അതാ പറയുന്നത്, എന്നോട് ആർക്കെങ്കിലും ദേഷ്യമോ വിരോധമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പുറത്തു തരിക. എനിക്കാരോടും പണക്കില്ല കേട്ടോ. അപ്പോൾ നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ. അവസാനമായിട്ട് ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ യൂട്യൂബ് ചാനൽ സോണിച്ചൻ NK വ്ളോഗ്സ് എന്നാണ്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും സോണിച്ചൻ ആൻ്റണി എന്നാണ്, സോണിച്ചൻ ആൻ്റണി. ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ, പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക. സോണിച്ചൻ ആൻ്റണി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. പിന്നെ
ഒരു ലൈക്കും കമൻറ്റും ഷെയർ, ഏത് വീഡിയോ കണ്ടാലും ഒരു ലൈക്കും കമൻറ്റും, എൻ്റെ ഏത് വീഡിയോ കണ്ടാലും എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖനിദ്ര നേരുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്.